ഇന്ത്യൻ സംഘത്തിന്റെ വത്തിക്കാൻ സന്ദർശനത്തിന് പ്രതിപക്ഷത്ത് നിന്ന് കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിൽ തങ്ങൾക്ക് ആക്ഷേപമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. താനും ആന്റോ ആന്റണിയും സന്ദർശനത്തിനുള്ള താൽപര്യം നേരത്തെ അറിയിച്ചിരുന്നു. നിയുക്ത കർദിനാളിന്റെ മണ്ഡലത്തെ താൻ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് ക്ഷണം ലഭിച്ചത്. ക്ഷണം ലഭിച്ചതിന് പിന്നാലെ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി സംസാരിച്ചിരുന്നു. പോകുന്നതിൽ തെറ്റില്ല എന്നാണ് നേതൃത്വം അറിയിച്ചത്. സന്ദർശനത്തിന് അവസരം ലഭിച്ചത് ദൈവനിയോഗമായി കരുതുന്നു എന്നും കൊടിക്കുന്നിൽ സുരേഷ്. ചങ്ങനാശ്ശേരിയിലെ പൊതുസമൂഹത്തിന് വേണ്ടി അതിൽ പങ്കാളിയാകുവാൻ ഇന്ത്യ ഗവൺമെൻറ് നയിക്കുന്ന ഡെലിഗേഷനിൽ അംഗമായി പോകാൻ കഴിഞ്ഞതിൽ ഒരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. സ്വാഭാവികമായും ഇന്ത്യ ഗവൺമെൻറ് ആണ് ആരൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന മാവേലിക്ക മണ്ഡലത്തിൽ നിന്ന് ഞാനും അതുപോലെ തന്നെ പത്തനംതിട്ട MP ആയ തൊട്ടടുത്ത നിയോജകമണ്ഡലത്തിൽ പ്രതിനിധീകരിക്കുന്ന ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ളവർ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സംഘം പോകുന്നെങ്കിൽ ഞങ്ങളെ കൂടി അതിനകത്ത് അംഗങ്ങളാക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. അതിനകത്ത് എന്തെങ്കിലും നിലവിൽ പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ആക്ഷേപമില്ല. ഇല്ല, അങ്ങനെ ഞങ്ങൾക്കൊരു ആക്ഷേപമൊന്നുമില്ല.